അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ് എൻ്റെ ആളുടെയും കല്യാണം. അവരുടെ റിലേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവരുടെ ഫോട്ടോസൊക്കെ ഞങ്ങൾ കാണുന്നത്. സ്റ്റാറ്റസ് ഇടുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ബ്രദർ സിസ്റ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ സിസ്റ്റർ എന്നൊന്നും പറയുന്നില്ല, ഫ്രണ്ട്സ് എന്നൊന്നും പറയുന്നില്ല. ആദ്യമൊക്കെ സിസ്റ്റർ എന്നൊക്കെ പറയുമായിരുന്നു, പിന്നെ അങ്ങനെയൊന്നുമില്ല, പിന്നെ ഫ്രണ്ട്സ് ആന്ന് പറയുമായിരുന്നു. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു റിലേഷൻ. 7 വർഷത്തിന് മുമ്പാണ് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം പരസ്പരം പറഞ്ഞത്. അതും ഒരു രാത്രി തന്നെയായിരുന്നു. അന്ന് മഴയും ഉണ്ടായിരുന്നു. तांबडी चांबडी ही चमकते उन्हात न लाका 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 तांबडी चांबडी ही चमकते उन्हात न लाका 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 तांबडी चांबडी ही चमकते उन्हात न लाका 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 लाका. യെസ്, അപ്പോൾ ഇന്ന് എൻ്റെ വൈഷ്ണവിൻ്റെ കല്യാണമാണ്. ഭയങ്കര പാവമാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാരോടും. കാരണം ഇപ്പൊ ഞാനും ഡിസൈനിങ് പണ്ട് ഇങ്ങനെ ഇന്ത്യയില് പറയുക ഇവിടെയൊക്കെ ആരും ശ്രദ്ധിച്ചു കൊടുക്കും സ്വഭാവം. വൈഷ്ണവിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആള് നല്ല ബോൾഡ്. കാരണം വൈഷ്ണവ് വിചാരിക്കുന്ന കാര്യം എന്താണോ അതേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. എന്തും ഏതും എന്ത് കാര്യവും അതിൻ്റെതായിട്ടുള്ള ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ ആള് കാണുള്ളൂ. ഈവൻ വർക്കാണെങ്കിലും ഒരു റിലേഷൻ ആണെങ്കിലും ഈവൻ ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിൽ പോലും. है ना कुछ भी मन के परे जब से വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല അവർ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി വരെ തലേ ദിവസം നമ്മള് രാത്രി കൂടെ ഇരിക്കുമ്പോൾ പോലും എനിക്ക് അവളുടെ വീട്ടിൽ അത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരു പെട്ടെന്ന് പോലും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, അവൾക്കും അത് വന്നിട്ടില്ല. रब रखा रांझणा तेनू रब रखा इश्क दे तेरे